ഒടുവിൽ പവനായി ശവമായി. കേരള രാഷ്ട്രീയത്തിലെ യുവ നേതാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോഴൊക്കെ ഇപ്പോൾ വായിൽ വരുന്ന വാചകം അതാണ്. പറഞ്ഞു വരുന്നത് മാത്യു കുഴൽനാടനെക്കുറിച്ചാണ്. മാത്യു കുഴൽനാടൻ്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയമായി വരാൻ പോകുന്ന ഇമ്പാക്റ്റ്? കുഴൽനാടൻ്റെ ഭാവി എന്ത്? മാസപ്പടി കേസിൻ്റെ ഭാവി എന്ത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ തുടക്കം തന്നെ കുഴൽനാടനെക്കുറിച്ച് പറഞ്ഞു വരാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടു തുടങ്ങിയ മാത്യു കുഴൽനാടനെയാണ് നമ്മൾ ആദ്യകാലത്ത് കണ്ടത്. പ്രത്യേകിച്ച് ഡൽഹി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട BJPക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നു, ഇടതുപക്ഷത്തിനെതിരെ നിലപാടെടുക്കുന്ന ഒരു നേതാവിനെയാണ് മാത്യു കുഴൽനാടനിലൂടെ കേരളം കണ്ടു തുടങ്ങിയത്. പിന്നീട് മൂവാറ്റുപുഴയിൽ മത്സരിക്കുകയും അവിടെ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കുകയും ചെയ്യപ്പെട്ട മാത്യു കുഴൽനാടൻ, അതായത് ഒരു ഇടത് തരംഗത്തിലും ജനങ്ങളുടെ പ്രതീക്ഷയായി വളർന്നു വന്ന നേതാവാണ് മാത്യു കുഴൽനാടൻ. ചാനൽ ചർച്ചകളിൽ മാത്രമല്ല, വാർത്താ സമ്മേളനങ്ങളിലടക്കം തൻ്റെതായ ആർഗ്യുമെൻറ്റുകൾ, വാദപ്രതിവാദങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്ന നേതാവ്. നിയമസഭയിലടക്കം വിവിധ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവ്. ഇതൊക്കെയാണ് നമുക്കറിയുന്ന മാത്യു കുഴൽനാടൻ. പക്ഷേ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോടതി കുഴൽനാടൻ്റെ ഹർജി തള്ളിയതോടെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായി കേസ് തള്ളിയതോടെ, അതായത് ഹർജി തള്ളിയതോടെ കുഴൽനാടൻ്റെ ഇമേജ് ഒരൽപ്പം കോട്ടം തട്ടുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് കുഴൽനാടൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്നു എന്ന് പറയേണ്ടി വരിക? കാരണം കുഴൽനാടൻ ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് അത്ര വലുതാണ് എന്നുള്ളതാണ്. കാരണം വളരെ ഷാർപ്പായ ഒരു അഭിഭാഷകൻ, മികച്ച രീതിയിൽ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ആൾ, താൻ അഴിമതിക്കെതിരെ ഇനിയും ശക്തമായി പോരാട്ടം നടത്തും എന്ന് പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ള ആൾ. അതായത് കുഴൽനാടൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്, അതായത് ചിന്നക്കനാൽ വില്ലേജിൽ റിസോർട്ട്, ഹോം സ്റ്റേ വാങ്ങിയതുമായി ബന്ധപ്പെട്ട തർക്കം, അതിനെതിരെ വലിയ ആരോപണങ്ങളും കേസും ഏറ്റവും ഒടുവിൽ കുറ്റപത്രമൊക്കെ വരുന്ന സാഹചര്യം ഉണ്ട്. ആ സമയത്തൊന്നും തന്നെ കുഴൽനാടനെ ആരും സംശയിച്ചിരുന്നില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കുഴൽനാടനെ പിണറായി വേട്ടയാടുകയാണ് എന്ന തോന്നലാണ് കുഴൽനാടന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. പിണറായി നടത്തുന്ന വേട്ടയാടലിനെതിരെയുള്ള പോരാട്ടം തൻ്റെത് തുടരുമെന്ന് പലതവണ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ വ്യക്തമാക്കിയതാണ്. നമുക്കറിയാം, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു സമയത്ത് കുഴൽനാടൻ അങ്ങനെ തരംഗമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മാസപ്പടി കേസിൽ വലിയ വാദമുഖങ്ങളുമായി അദ്ദേഹം എത്തുന്നു. പക്ഷേ UDF നേതാക്കളടക്കം ഇതിൽ ഉണ്ടല്ലോ എന്നതാണ് UDFനെ ആകെ പ്രതിസന്ധിയിലാക്കിയത്. അതായത് പാർട്ടിക്ക് വേണ്ടി OC-യും RC-യും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പണം വാങ്ങി എന്ന വാദം വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളിത് നിയമസഭയിൽ ഉന്നയിക്കുന്നില്ല എന്ന ചോദ്യം വരുമ്പോൾ ആ വിഷയവും നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടൊരു താരമായി കയ്യടി നേടാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞു. പക്ഷേ ഏറ്റവും ഒടുവിൽ കുഴൽനാടൻ നടത്തിയ ഒരു സെൽഫ് ഗോള് യഥാർത്ഥത്തിൽ കുഴൽനാടനെ തന്നെ ഇല്ലാതാക്കുന്ന, കുഴൽനാടൻ്റെ ഇമേജ് ചോർത്തുന്ന, വിശ്വസനീയത ചോർത്തുന്ന ഒരു സംഭവമായി കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടുന്ന മാസപ്പടി കേസ്, അതിൽ വിജിലൻസ് അന്വേഷണം വേണം എന്ന വാദമായിരുന്നു ആദ്യം കുഴൽനാടൻ ഉന്നയിച്ചത്. രണ്ടാമത് വിജിലൻസ് അന്വേഷണം വേണോ കോടതി അന്വേഷണം വേണോ എന്ന് കോടതി ചോദിക്കുമ്പോൾ കോടതി അന്വേഷണം മതി എന്ന നിലപാട് തിരുത്തുന്നു. ഏറ്റവും ഒടുവിൽ വിധി വന്നപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമില്ല എന്നൊക്കെയാണ് കുഴൽനാടൻ പറയുന്നത്. അതെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്ന് പറയാൻ വയ്യ. കാരണം വിജിലൻസ് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഒരു ഏജൻസിയും കോടതി മേൽനോട്ടത്തിൽ, കോടതി ഒരു അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക, അല്ലെങ്കിൽ അത്തരം ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുഴൽനാടൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നതിൽ വ്യക്തതയില്ല. ഒരു കാര്യം കൂടി എടുത്ത് കാണേണ്ടത്, ഈ കുഴൽനാടൻ ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേസ് തിരിച്ചടിയാണ്, വീണ്ടും അപ്പീൽ നൽകണോ എന്ന കാര്യത്തിലൊക്കെ പിന്നീട് തീരുമാനിക്കുമെന്ന നിലയിലേക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കുഴൽനാടൻ്റെ വിശ്വസനീയത കൂടി ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രെഡിബിലിറ്റി എന്ന് പറയേണ്ടി വരും. ആ, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ അന്വേഷണത്തിന് വേണ്ടി തുടക്കം മുതൽ നിന്ന നേതാവ് PC ജോർജിൻ്റെ മകനും അന്ന് ജനപക്ഷം നേതാവും പിന്നീട് BJP നേതാവുമായ ഷോൺ ജോർജാണ്. ഷോൺ ജോർജാണ് ഈ കേസിൽ എന്ത് അന്വേഷണം വേണം, SFIO അന്വേഷണം എന്ന ഒരു ഏജൻസിയെ നമ്മൾ ആദ്യമായി കേൾക്കുന്നത്. അതായത് കമ്പനി ഫ്രോഡ്, കമ്പനി കാര്യങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാനും അന്വേഷണം നടത്താനും SFIO ആണ് വേണ്ടത് എന്ന് നമ്മൾ കേട്ടത് ഷോണിൻ്റെ വാക്കുകളിൽ നിന്നാണ്. പിന്നീട് അതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഒടുവിൽ പല ഹൈക്കോടതികളിൽ സർക്കാരിൻ്റെ വിവിധ സംവിധാനങ്ങളടക്കം പോയെങ്കിലും അതിൽ അന്വേഷണം എന്ന നിലപാടിലേക്ക് കോടതി വിധി സമ്പാദിച്ചെടുക്കാൻ ഷോണിന് കഴിഞ്ഞു. ആ ഷോണിന് കഴിഞ്ഞ് കയ്യടി നേടി നിൽക്കുന്ന സമയത്താണ് മാത്യു കുഴൽനാടനും ഈ ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരുപക്ഷെ ഷോൺ ജോർജ് ഒരു ജനപക്ഷ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവും മാത്രമുള്ള ഒരു പ്രൊഫൈലുള്ള നേതാവാണ്. പക്ഷേ മാത്യു MLA ആണ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ മാത്യുവിന് കിട്ടിയ ഒരു കയ്യടി ഒരു തരത്തിലും ഷോൺ ജോർജിന് ഒരു സമയത്തും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ വിശ്വസനീയത എന്ന പോയിൻ്റ് മാത്യുവിന് ഈ വിഷയത്തിൽ ചോർന്നു പോകുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് വിശ്വസനീയത ചോർന്നു പോകുന്നത്? ഈ വിധിയുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടൻ പിന്നീട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റുണ്ട്. മോദിക്ക് ED, പിണറായിക്ക് വിജിലൻസ്. വിരൽ ചൂണ്ടുന്നവരെ ഈ ഏജൻസികളെ ഉപയോഗിച്ച് നേരിടുന്നു, അങ്ങനെ തളർത്തിക്കളയാമെന്ന് കരുതണ്ട. അതായത് മോദി ED ഉപയോഗിച്ച് എങ്ങനെയാണോ എതിരാളികളെ നേരിടുന്നത്, പിണറായി അതേപോലെ വിജിലൻസിനെ ഉപയോഗിച്ച് നേരിടുന്നു എന്നുള്ളതാണ്. അതായത് മാത്യു കുഴൽനാടൻ്റെ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന കുറ്റപത്രത്തെ ഫലത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ വേട്ടയാടാൻ നോക്കണ്ട, താൻ പോരാട്ടം തുടരുമെന്നൊക്കെ പറയാനാണ് കുഴൽനാടൻ ശ്രമിച്ചത്. പക്ഷേ കുഴൽനാടനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ പിണറായിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പിണറായിക്ക് കീഴിലുള്ള ഒരു വിജിലൻസിനെ കൊണ്ട് മാസപ്പടി വിവാദം അന്വേഷിക്കണം എന്ന് ചോദിക്കാൻ, എന്നാവശ്യപ്പെടാൻ കുഴൽനാടൻ എന്ത് ധൈര്യമാണുള്ളത്? കാരണം പിണറായി ഉപയോഗിക്കുന്ന വിജിലൻസ് ആണ് എങ്കിൽ ആ വിജിലൻസ് സ്വാഭാവികമായും പിണറായിക്ക് അനുകൂലമായല്ലേ ഒരു കുറ്റപത്രം, ഇനി കേസ് അന്വേഷിച്ച് പ്രതിയാക്കി കേസ് അന്വേഷിച്ച് ഒരു കുറ്റപത്രം കൊടുത്താൽ പോലും എത്തുക. അങ്ങനെ ഇരിക്കെ കുഴൽനാടൻ എന്തിനാണ് വിജിലൻസ് അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടത്? മാത്രമല്ല കുഴൽനാടൻ ഒരുപാട് തെളിവുകളുമായി പോയി എന്നൊക്കെ പറയുകയും പക്ഷേ ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോൾ ഇതാ CPM അടക്കം ആഘോഷിക്കുന്നത് കുഴൽനാടൻ ഇനി മാപ്പു പറയണം, ഇത്രയധികം തെളിവുണ്ടായി എന്ന് പറയുന്നൊരു കേസിൽ മാസപ്പടി കേസ് ആവിയായിരിക്കുന്നു, സ്വർണ്ണക്കടത്ത് കേസ് പോലെയൊക്കെ തന്നെ മാസപ്പടി കേസും ആവിയായിരിക്കുന്നു എന്ന വാദം CPM ഉയർത്തുന്നു. അതായത് ഷോൺ ജോർജ് പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടൻ പിണറായി വിജയൻ എന്ന എതിരാളിക്ക് ഒരു ആയുധം വെച്ച് കൊടുക്കുകയാണ്. ഫലത്തിൽ പിണറായിക്ക് ക്ലീൻ ചിറ്റ് എന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ മാത്യു കുഴൽനാടൻ കാരണമാകുന്നു. അതും നമ്മൾ സംശയിക്കേണ്ടത് ഇത്രയധികം ബ്രില്യൻ്റായ ബുദ്ധിയുള്ള മാത്യു കുഴൽനാടനെ പോലൊരാൾ ഇങ്ങനൊരു കേസിൽ ഇങ്ങനൊരു ഹർജി നൽകുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല. ഒന്ന് ഹർജി SFIO അന്വേഷണം ED അന്വേഷണം ഒരു സൈഡിൽ നടക്കുമ്പോൾ വിജിലൻസിനെ കൊണ്ട് ഈ കേസ് പോലും, അതായത് കമ്പനികാര്യ തട്ടിപ്പാണ്, അഴിമതി എന്നൊക്കെയുള്ളത് ഇനി തെളിയിക്കപ്പെടേണ്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം SFIO അന്വേഷണം, പിന്നീട് കള്ളപ്പണ ഇടപാട് എന്ന നിലയിലുള്ള ED അന്വേഷണത്തിലൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വിജിലൻസ് അന്വേഷണം എന്ന നിലയിൽ എന്തുകൊണ്ട് കുഴൽനാടൻ പോയി എന്നത് സത്യത്തിൽ സംശയകരമാണ്. അവിടെയാണ് ആരെങ്കിലും കുഴൽനാടനെ സംശയിച്ചാൽ, പ്രത്യേകിച്ച് ചിന്നക്കനാൽ ഭൂമി ഇടപാടുമായൊക്കെ ബന്ധപ്പെട്ട് കുഴൽനാടൻ ഫലത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. കുറ്റപത്രം കുഴൽനാടനെതിരെ ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ഒരു കുഴൽനാടൻ വേട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം സർക്കാരിന് വേണ്ടി, പിണറായിക്ക് വേണ്ടി നടത്തിയൊരു നാടകമായിരുന്നോ ഈ കോടതിയിലുള്ള ഹർജി എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. വീണ്ടും പറയുന്നു, എന്തുകൊണ്ടാണ് കുഴൽനാടനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഇത്രയധികം ബുദ്ധിയുള്ള മിടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വിജിലൻസ് അന്വേഷണം, മുഖ്യമന്ത്രിക്ക് കീഴിലെ ഏജൻസി മുഖ്യമന്ത്രിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോകുന്നു. അതും ഈ കേസിൽ സ്വാഭാവികമായ അന്വേഷണം നടത്തേണ്ട കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ രാഷ്ട്രീയം. അപ്പോൾ കുഴൽനാടൻ
കുഴൽനാടൻ്റെ ഇമേജ്, കുഴൽനാടൻ എന്ന വിഗ്രഹം പൊളിഞ്ഞു വീഴുന്ന കാഴ്ച ഫലത്തിൽ കാണുന്നു. ഇനി എങ്ങനെ കുഴൽനാടൻ ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നൊക്കെയുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പിന്നെ മാസപ്പടി കേസ് ആവിയായി എന്ന് ആഘോഷിക്കുന്ന CPMകാർക്ക് നിലവിലെന്തായാലും അങ്ങനെ ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ മാസപ്പടി കേസ് നിൽക്കുന്നത് CPM മറക്കുന്നുണ്ടാകില്ല എന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് SFIO അന്വേഷണം, ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ നടക്കുന്ന അന്വേഷണം, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന SFIO അന്വേഷണവും ED അന്വേഷണവും പിന്നാലെ അത് പ്രൂവ് ചെയ്താൽ, ഇപ്പോൾ അവർ മൊഴിയെടുപ്പ് തുടരുകയാണ്, അത് പ്രൂവ് ചെയ്താൽ പിന്നീട് വരാൻ പോകുന്ന CBI അന്വേഷണം പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ വെറുതെ ഒന്ന് ചിരിക്കാം ഇപ്പോൾ എന്നതിനപ്പുറത്തേക്ക് ഇത് ദീർഘകാലത്തേക്കുള്ള ചിരിയുടെ തുടക്കമായി മാറുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഒരു കാര്യം അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയുകയാണ്, മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് ഈ കോടതിയുടെ ഒരു വിധി കൊണ്ട് മാത്രം മാസപ്പടി കേസ് അവസാനിച്ചു എന്ന് സാധാരണക്കാരായ നമ്മളാരും വിശ്വസിക്കാൻ പാടില്ല. കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ. നന്ദി.